ഹായ് ഓൾ, ഞങ്ങൾ ബെർമിങ്ങാമിൽ സീ വേൾഡ് കഴിഞ്ഞ് നമ്മൾ നെക്സ്റ്റ് പോയത് ആക്ച്വലി കാഡ്ബറി വേൾഡ് കാണാനാണ്. അപ്പം കാഡ്ബറി വേൾഡിൻ്റെ അകത്തേക്കുള്ള എൻട്രൻസ് ആണിത്. അപ്പോൾ നമുക്ക് അവിടെ കയറുമ്പോൾ തന്നെ നമുക്ക് വലിയൊരു പാർക്കിംഗ് സ്പേസും ഉണ്ട്. ഫ്രീ ആണ്. ഞാൻ ഓൾറെഡി ബ്ലൂ ലൈറ്റ് കാർഡ് വെച്ചിട്ട് ടിക്കറ്റ് എടുത്തത് സീ ലൈഫും കാഡ്ബറി വേൾഡും ഒരുമിച്ചാണ്. അപ്പോൾ നമ്മൾ ഇനിയിപ്പം കാഡ്ബറി വേൾഡിനകത്തേക്ക് കയറാൻ പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കാഡ്ബറി വേൾഡിൻ്റെ അകത്തെ കാഴ്ചകളാണ് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ ഈ വീഡിയോയിൽ പല കാര്യങ്ങളും നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല, കാരണം പല ഏരിയാസും അവർ വീഡിയോസ് അലൗഡ് അല്ല, റെസ്ട്രിക്റ്റഡ് ആണ്. അപ്പോൾ ഇതിൻ്റെ ഇൻ പാർട്ടിലൊരു വലിയ റൈഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ നമ്മൾ റെക്കോർഡ് ചെയ്യാൻ പാടില്ലെന്ന് അവിടെ ഓൾറെഡി വാണിംഗ് കൊടുത്തത് കൊണ്ട് നമ്മൾ ടിക്കറ്റ് സ്കാൻ ചെയ്ത് നമ്മളകത്തേക്ക് കയറുകയാണ്. അവിടെ തന്നെ നമുക്ക് കുറേ കാഡ്ബറി ചോക്ലേറ്റ്സും കാര്യങ്ങളൊക്കെ ഫ്രീ ആയിട്ട് നമുക്ക് വെൽക്കം ഗിഫ്റ്റായിട്ടൊക്കെ കിട്ടും. പിന്നെ അവരുടെ കാഡ്ബറി വേൾഡിൻ്റെ തന്നെ ബാഗ് നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും. പല ടൈപ്പ് ബാഗ് അവൈലബിൾ ആയിട്ടുണ്ട്. ഇവിടെ നമുക്ക് നമ്മുടെ ട്രഡീഷണൽ ഒരു ഡിസ്പ്ലേ കാണുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഫുള്ളൊരു ഡിജിറ്റൽ ഒരു ഡിജിറ്റലും അതുപോലെ പഴയ ഒരു രീതിയിലുള്ള ഒരു സ്റ്റോറി ടെല്ലിങ്ങാണ് കാണാൻ പറ്റുന്നത്. കുറച്ച് ഡിസ്റ്റൻസിൽ റെക്കോർഡ് ചെയ്തുകൊണ്ട് എല്ലാം വിസിബിൾ ആണോ എന്നറിയാം. I experimented with preparations of cocoa beans and chocolate, which I could sell at the shop. Soon I had to rent a warehouse in nearby Crooked Lake. Cocoa press. He went to Holland in 1866, saw the press being used and brought one back. The Van Houten press. Oh yes, father. You see, because we could extract more of the cocoa butter, there was no need for more additives. Not only was our cocoa essence more palatable, but also output increased. The Bridge Street factory was now too small to cope, and we had to expand somewhere else. For some time, George and I
had shared the same vision to build our new factory in a garden setting, away from the smoke and grime of the city. We called our new factory Bourneville. We opened our new factory in 1879 and were faced with many more challenges as the size of our workforce increased. As the company prospered, we introduced bonuses, such as payment for output and punctuality, a 5.5-day week, pension schemes, works committees, training, and many other benefits. I sent my son George to Switzerland to find out how chocolate was made, using fresh milk. Soon after, Cadbury were able to manufacture chocolate with a much higher milk content that rivaled even the best Swiss products. That was when we launched our most important new brand. We called it Cadbury's Dairy Milk. It became so popular with its distinctive taste that sales exceeded all our best expectations. And within a short while, it had become our best-selling chocolate. In 1919, we merged with Fry, and the company went from strength to strength. നമുക്ക് ഇവിടെ ലൈവായിട്ട് ചോക്ലേറ്റ് മിക്സ് ചെയ്യുന്നതും അതിനെ ഒരു മോൾഡിലേക്ക് എങ്ങനെ സെറ്റ് ചെയ്യുന്നു എന്നുള്ള ഒരു ലൈവ് ഡെമോ ഇവിടെ കൊടുക്കുന്നുണ്ട്. ഇത് ആക്ച്വലി അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇതൊരിക്കലും നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല, കാരണം ഇത് ഡെമോയ്ക്ക് വേണ്ടി മാത്രം യൂസ് ചെയ്യുന്ന ചോക്ലേറ്റ് ആണെന്നുള്ളത്. They were very expensive, so the ladies refused them. So what did they use? Any ideas? How would you, I ask you, molds like this one here? Okay, so our chocolate is lovely and shiny, it's sticky, that's what we want. But we have a problem, and that problem is air. Because we've tempered the chocolate, we've added air to the mixture, which means I'm going to end up with a chocolate full of holes. So we need to remove the air. So what the ladies will do is they will just give it a tap and a shake. Already. നമ്മളിവിടെ പല സ്ഥലത്തും നമുക്ക് ഫ്രീ ആയിട്ട് ചോക്ലേറ്റ് ടേസ്റ്റ് ചെയ്യാനും പലതരത്തിലുള്ള ചോക്ലേറ്റ് വിത്ത് ടോപ്പിങ്സ് നമുക്ക് ഇതിൻ്റെ ഇടയ്ക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. നമുക്ക് ഇത് ഫ്രീ ഓഫ് കോസ്റ്റ് ആണ്. നമുക്ക് ഇഷ്ടമുള്ള ടോപ്പിങ്സ് ഇവിടെ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഒരു 5-6 വെറൈറ്റി ടോപ്പിങ്സ് അവൈലബിൾ ആണ്. നമുക്കത് നമ്മുടെ ചോക്ലേറ്റിൽ മിക്സ് ചെയ്ത് നമുക്ക് ചെറിയൊരു ഗ്ലാസ്സിൽ സെർവ് ചെയ്യുന്നതായിരിക്കും. പിന്നെ നമ്മൾ മുമ്പോട്ട് പോകുമ്പോഴത്തേനും നമുക്ക് ഇവിടെ ചോക്ലേറ്റ് കൊണ്ടുള്ള പല പ്രോഡക്റ്റ്സ് നമുക്ക് കാണാൻ പറ്റും. ചോക്ലേറ്റ് കൊണ്ടുള്ള ജഗ്സ്, പിന്നെ ചെറിയ ഒരു സാൻഡൽ പോലുള്ള സംഭവങ്ങൾ, അതുപോലെ ചോക്ലേറ്റ് ഉണ്ടാക്കുന്ന മെഷീനറി, ചോക്ലേറ്റ് കൊണ്ടുള്ള പല മോഡൽസും നമുക്ക് ഇതിൻ്റെ ഇടയ്ക്ക് പോകുന്ന വഴിക്ക് പല രീതിയിൽ കാണാൻ പറ്റും. ഓൾറെഡി കുറേ കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞു. ഇത് നമ്മൾ ക്യൂ നിൽക്കുന്നത് ഒരു റൈഡിലേക്ക് കയറാൻ വേണ്ടിയാണ്. ആ റൈഡിൽ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റത്തില്ല, അതുകൊണ്ട് ഈ വീഡിയോയിൽ അത് കാണാനും പറ്റത്തില്ല. ഇത് റൈഡ് വളരെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. നമ്മൾ ഈ ക്യൂവിൽ നിൽക്കുമ്പോൾ തന്നെ കുറച്ച് ഹിസ്റ്ററിയും കാര്യങ്ങളും അവിടെയും ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ മോറോവർ നമുക്ക് ഇതിൻ്റെ കാഡ്ബറി വേൾഡിൻ്റെ ഒരു ഹിസ്റ്ററി, അതുപോലെ അവിടുത്തെ ചോക്ലേറ്റ് മേക്കിങ്ങും അതുപോലുള്ള കാര്യങ്ങളെല്ലാം റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് കാണാൻ പറ്റി. പിന്നെ ഈ റൈഡ് നമുക്ക് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി, പക്ഷേ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പിന്നെ ഇതിൻ്റെ പുറത്തിറങ്ങുമ്പോഴത്തേന് നമുക്ക് ഒരു ചോക്ലേറ്റ് കൗണ്ടറൊക്കെ ഉണ്ട്. അതുപോലെ ഒരു ചോക്ലേറ്റ് കൊണ്ടുള്ള പല പ്രോഡക്റ്റ്സും നമുക്ക് വളരെ കോസ്റ്റ് എഫക്റ്റീവായിട്ട് പർച്ചേസ് ചെയ്യാൻ പറ്റും. ഞങ്ങളും കുറച്ച് ചോക്ലേറ്റ്സ് അവിടെ നിന്ന് വാങ്ങിച്ചിരുന്നു ഞങ്ങളുടെ ഫ്രണ്ട്സിന് കൊടുക്കാൻ വേണ്ടിയൊക്കെ ആയിട്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഈ വീഡിയോയിലുള്ളത്. അപ്പം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.